യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? ഇവനാണോ ഇവൻ്റെ അമ്മയപ്പന്മാരാണോ? യേശു കർത്താവിൻ്റെ മറുപടി, അവനോ അവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. യോഹന്നാൻ 9-ാം അധ്യായം. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഒരുത്തൻ പ്രാപിക്കുമ്പോൾ അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. യേശു കർത്താവ് കാര്യങ്ങളെ കാണുന്നത് പോലെ കാര്യങ്ങളെ കാണാൻ അവന് കഴിയും. ഇപ്പൊ തന്നെ നോക്കിയ ശിഷ്യന്മാര് കണ്ടത്, ലോകം കണ്ടത് പാപിയായൊരു മനുഷ്യൻ. ഇനി അവൻ ജന്മനാ കുരുടനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കന്മാർ പാപിയാണ്. കണ്ണ് തുറന്നവൻ, കണ്ണ് തുറക്കുന്നവൻ, ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്നവൻ, അതിനായിട്ട് ഭൂമിയിൽ മനുഷ്യനായി വന്നവൻ, അവൻ പറയുന്നു, അല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകാൻ വേണ്ടിയാണ് അവൻ കുരുടനായി തീർന്നത്. ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയും വന്നോട്ടെ, അത് രോഗമാകട്ടെ, കഷ്ടമാകട്ടെ, പാപമാകട്ടെ, അധർമ്മമാകട്ടെ, അതിക്രമമാകട്ടെ, മനുഷ്യനാണെങ്കിൽ അവന് ഒരു ചാൻസ് ഉണ്ട് ക്രിസ്തുവിൽ. കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വേണ്ടിയാണ് കർത്താവ് വന്നത്. അങ്ങനെ പറയാൻ അവനൊരു കുറച്ചിൽ തോന്നിയില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ വിളിപ്പാനാണ് ഞാൻ വന്നത്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, പാപികൾക്കാണ് എൻ്റെ ആവശ്യമുള്ളതെന്ന് പറയാൻ ധൈര്യം കാണിച്ച, ഈ ലോകത്തിൻ്റെ ബഹുമാനം, എൻ്റെ പേര് നഷ്ടപ്പെടുമെന്ന് വിചാരിക്കാതെ പാപികളോട് വാക്കുകൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും സ്നേഹിച്ച നസ്രത്തിലെ യേശു വേറെ രീതിയിൽ കാര്യങ്ങളെ കാണുന്നു. അതുകൊണ്ട് ഇവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്ന പോലെ അവൻ ന്യായം വിധിക്കുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ അവൻ ന്യായപാലനം നടത്തുകയില്ല. എത്ര ആശ്വാസമാണത്! നമ്മളെക്കുറിച്ച് കേൾക്കുന്നതനുസരിച്ച്, കാണുന്നതനുസരിച്ച് വിലയിരുത്തുമ്പോൾ കർത്താവ് പറയുന്നു, അങ്ങനെയല്ല, നിങ്ങൾ ഈ പുറമേയുള്ളതാ കാണുന്നത്. പക്ഷെ പ്രശ്നം വേറെയാണ്. അത് അവൻ്റെ കുറ്റമല്ല, അവൻ്റെ അമ്മയപ്പൻ്റെ കുറ്റമല്ല. പിന്നെയോ, എനിക്കൊരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ നോക്കുമ്പോൾ അവൻ്റെ അഴുക്ക് പിടിച്ച വസ്ത്രമാണ് കാണുന്നത്, നിങ്ങൾ നോക്കുമ്പോൾ അവൻ്റെ വിദ്യാഭ്യാസമില്ലായ്മയാണ് കാണുന്നത്, നിങ്ങൾ നോക്കുമ്പോൾ അവൻ്റെ കുടുംബത്തിൻ്റെ മോശമായ അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ ഞാൻ അവരെ അങ്ങനെ ഇട്ടതാണ്, ഞാൻ അവരെ അങ്ങനെ ആക്കിയതാണ്. എന്തിനാണ്? എനിക്ക് ആ കുടുംബത്തെക്കുറിച്ചൊരു പ്ലാനുണ്ട്, എനിക്ക് ആ വ്യക്തിയെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അപ്പോൾ ഒരു ശുശ്രൂഷകൻ ജനിക്കുകയാണ് ഇവിടെ. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ഒരുത്തൻ വരുന്നത് ശുശ്രൂഷകനായിട്ടാണ്. എന്തിന്? മറ്റു കുരുടന്മാരെ ശുശ്രൂഷിക്കാൻ. അപ്പോൾ ഈ ജന്മനാ കുരുടൻ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിൽ ജനിക്കുന്നവനെല്ലാം കുരുടനായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവൻ്റെ കുറ്റമല്ല, ആദാമിൻ്റെയും ഹവ്വയുടെയും കുറ്റമല്ല, മോശയുടെ കുറ്റമല്ല, പിന്നെയോ ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിനത്രേ. ഇനി ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് ആവശ്യമാണോ? തേജോമയമായൊരു പ്രമാണമായിരുന്നല്ലോ ന്യായപ്രമാണം. എന്നിട്ട് എന്തുകൊണ്ട് ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യം വേണ്ടി വന്നു? അത് റോമാലേഖനത്തിലാണ് നമ്മൾ പറയുന്നത്. പ്രമാണം തേജോമയമായതാണ്, പ്രമാണം നല്ലതാണ്, പക്ഷെ ഞാനോ ജഡമയൻ. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണം എനിക്ക് വിശ്വാസം വെളിപ്പെടും കാലത്തേക്ക് എന്നെ നടത്താൻ വേണ്ടി ശിശുപാലകനായിട്ട് ആക്ട് ചെയ്തു. വിശ്വാസം വെളിപ്പെട്ട ശേഷം പിന്നെ എനിക്ക് ഈ ശിശുപാലകൻ്റെ ആവശ്യമില്ല, ഞാൻ പുത്രത്വത്തിലേക്ക് കടക്കും. അപ്പോൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവൻ ഹൃദയദൃഷ്ടിയെ പ്രകാശിച്ചവനായി അവൻ പുത്രത്വത്തിലേക്ക് കടക്കണം. ന്യായപ്രമാണത്തിന് കീഴിലിരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇവന് കണ്ണ് കാണത്തില്ലല്ലോ. ഇവന് കണ്ണ് കാണാത്തത് കൊണ്ട് ഇവൻ മഹാക്രൂരത ചെയ്യും. അവൻ വിചാരിക്കുന്നത് അവൻ നല്ല കാര്യം ചെയ്യുന്നെന്ന്. നിങ്ങളെ കൊല്ലുന്നവൻ യഹോവയ്ക്ക് ബലി കഴിക്കുന്നു എന്നുള്ള നാഴിക വരുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞു. ഇപ്പോഴും ഒരു കാര്യമില്ലേ മതം എന്ന് പറയുന്നത്? ആ മതം തലയ്ക്ക് പിടിച്ച മനുഷ്യർ ദൈവത്തിന് ബലി കഴിക്കുന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ, അവർക്ക് കുറ്റബോധമില്ല. കാരണം അവരുടെ കണ്ണ് കുരുടായിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രഭു അവരുടെ കണ്ണ് കുരുടാക്കിയവർ, അങ്ങനെ അന്ധരായ മനുഷ്യർ, ന്യായപ്രമാണം കണ്ണ് കുരുടാക്കിയ മനുഷ്യർ.
അപ്പോൾ പാപവും പ്രമാണവും കണ്ണുകുരുടാക്കിയ മനുഷ്യർ ദുഷ്ടത പ്രവർത്തിക്കുന്നു കുറ്റബോധമില്ലാതെ. പൗലോസിന്റെ കാലത്ത് നോക്കിക്കേ, പൗലോസിനെ ഞങ്ങൾ കൊല്ലുന്നത് വരെ ഞങ്ങൾ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് 40-ലധികം പേര് നേർച്ച നേർന്നു. സ്റ്റെഫാനോസിനെ ഈ പ്രമാണത്തിന്റെ പേരിൽ അവർ കല്ലെറിഞ്ഞു കൊന്നു. കൊല്ലരുതെന്ന് പ്രമാണമുള്ളതല്ലേ, എന്നിട്ട് കല്ലെറിഞ്ഞു കൊന്നു. കാരണം ദൈവത്തിന് വേണ്ടി ചെയ്താൽ കുഴപ്പമില്ലെന്ന്. യേശു കർത്താവിന് എത്ര പ്രാവശ്യം അവർ കൊല്ലാൻ നോക്കി. അവസാനം ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ച് അവനെ കൊല്ലാൻ ഏൽപ്പിച്ചതും ഈ പ്രമാണജ്ഞന്മാർ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് അതുകൊണ്ടാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി വന്നത്. എന്തിന്? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ അവൻ അവൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എന്നാൽ ന്യായപ്രമാണ കാലത്ത് വിശുദ്ധന്മാരില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹമ്യാവിൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. അദ്ദേഹം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ഒരുത്തൻ അനുസരിച്ച് നടക്കാൻ കഴിയുന്ന അങ്ങയുടെ കൽപ്പനകളെയും ചട്ടങ്ങളെയും ഞങ്ങൾ ലംഘിച്ചെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് പ്രാപിച്ച് നടക്കാൻ കഴിയുമായിരുന്നു. ആർക്ക് കഴിയുമായിരുന്നു? നെഹമ്യാവിന് കഴിയുമായിരുന്നു, എസ്രായ്ക്ക് കഴിയുമായിരുന്നു, വേറെ അനേകം വിശുദ്ധന്മാരങ്ങനെ നടന്നിട്ടില്ലേ? ഉണ്ട്, നടക്കാമായിരുന്നു. പക്ഷെ പെർഫെക്ഷൻ, പൂർത്തിയിലേക്ക് വരുന്നില്ലായിരുന്നു. പൂർത്തിയിലേക്ക് വരാത്തിടത്തോളം കാലം വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുമായിരുന്നില്ല. കാനായിലെ കല്യാണത്തിലെ 6 കൽഭരണികൾ, അതിൽ പകുതി വരെ വെള്ളമുണ്ടായിരുന്നു. അവർ 3/4 ഭാഗത്തോളം നിറച്ചു, ഒന്നും സംഭവിച്ചില്ല. പിന്നെയും നിറച്ചു, ഒന്നും സംഭവിച്ചില്ല. വരെ നിറച്ചു. യേശുവിൻ്റെ കൽപ്പന പ്രകാരം, യേശുവിൻ്റെ വചനമനുസരിച്ച് വരെ നിറച്ചപ്പോൾ വെള്ളം വീഞ്ഞായി. ഇതുപോലെ കർത്താവിനാലാണ് ആ രൂപാന്തരം സംഭവിക്കുന്നത്, ആ വാഗ്ദത്ത നിവർത്തി നാം പ്രാപിക്കുന്നത്. വാഗ്ദത്ത നിവർത്തിയായ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചാലാണ്. ഇവിടെ നമ്മൾ കാണുന്ന മനുഷ്യൻ ഭിക്ഷയാചിക്കുന്നവനാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടുകയില്ല, പക്ഷേ പ്രാർത്ഥിക്കുന്നവന് കിട്ടും. ഒരു ഭിക്ഷക്കാരനെ പോലെ അഭയയാചന നടത്തുന്നവന് പ്രാപിക്കാം. അവനെ യേശു കണ്ടു. ശിഷ്യന്മാർ ഇവനെക്കുറിച്ച് സംസാരിച്ചു. യേശു കർത്താവ് ചെയ്ത എന്താണ്? അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. കാരണം ഈ സാഹചര്യവുമായിട്ടും താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഒരു ഐഡിയ തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒന്ന്, വായിലെ ഉമിനീര് കൊണ്ട് ഈ ചേറുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുക. കാരണം പ്രമാണത്തിൻ്റെ കീഴിലുള്ളവൻ, അവന് കൊല ചെയ്താലും അവന് കുറ്റമില്ല, പക്ഷേ ശബത്ത് ലംഘിക്കുക എന്ന് പറയുന്നത് അവന് കുറ്റമാണ്. അത് ഒരു വയലിലൂടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ കതിര് പറിക്കുക, അല്ലെങ്കിൽ ഒരു ശബത്ത് ദിനത്തിൽ യേശു കർത്താവ് ഒരാളെ സൗഖ്യമാക്കുക, ഇനി ഒരു സൗഖ്യമായ മനുഷ്യൻ കിടക്കയെടുത്തുകൊണ്ട് നടക്കുക, ഇതൊക്കെ ഇവർക്ക് കുറ്റമാണ്. അതുകൊണ്ട് ഇതും മനഃപൂർവ്വം യേശു കർത്താവ് ചെയ്യുകയാണ്. ഉമിനീര് കൊണ്ട് ചേറുണ്ടാക്കി ഇവൻ്റെ കണ്ണിൽ പൂശി. അവരുടെ ദൃഷ്ടിയിൽ ഒരു മനുഷ്യൻ പണി ചെയ്തു. നമ്മൾ സിമൻറ്റും മണ്ണൊക്കെ കൂടെ മിക്സ് ചെയ്യുന്നത് പോലെ ഒരു മനുഷ്യൻ പണി ചെയ്തതുപോലെയാണ് കണക്ക് കൂട്ടുന്നത്. കാരണം പ്രമാണം അവരെ കുരുടാക്കിയിരിക്കുന്നു. പ്രമാണം ദൈവം തന്നെങ്കിലും അത് കാണേണ്ട പോലെ കാണാൻ പറ്റാത്ത അജ്ഞരായിപ്പോയി. രണ്ടാമത്തെ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ തുപ്പുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയില്ലേ? അതൊരു, ഇപ്പോൾ ഉദാഹരണത്തിന് മിരിയാമിനെ മോശയെ കുറ്റം പറഞ്ഞതുകൊണ്ട് യഹോവ അവളെ കുഷ്ഠരോഗിണിയാക്കി. അപ്പോൾ അഹറോൻ നിലവിളിച്ചു, യജമാനെ, മോശയെ, ഞാനും മിരിയാമും തെറ്റ് ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കണേ. അപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം പറയാണ്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയാൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് അവളെ പാളയത്തിന് പുറത്ത് 7 ദിവസം അടച്ചിടുക. അപ്പോൾ ഈ തുപ്പുക എന്ന് പറയുന്നത് ഒരു ലജ്ജയാണ്. അപ്പോൾ അതുപോലെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. തുപ്പൽ കൊണ്ട് ഇതുണ്ടാക്കി. കാരണം പ്രമാണം മനുഷ്യനെ അന്ധനാക്കി. ലജ്ജാകരമായ കാര്യങ്ങളിൽ അവർക്ക് മാനം തോന്നുന്നു. അതൊന്ന് സിംബലൈസ് ചെയ്യാനാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്. ആ ചേറ് ഉണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി. ഇതാണ് പ്രമാണക്കാരാ നിന്റെ സ്ഥിതി, ഇത് നിനക്ക് കാഴ്ച പ്രാപിക്കാം. അയക്കപ്പെട്ടവൻ സിലോഹാം എന്നു പേരുള്ള കുളത്തിൽ പോയി നീ കഴുകണം. പ്രമാണത്തിൻ്റെ കീഴിലുള്ളവൻ പ്രമാണത്തിനിടയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തണം. ആ വചനത്താൽ നിനക്ക് പുത്രത്വം പ്രാപിക്കാം, നിനക്ക് കാഴ്ച പ്രാപിക്കാം. ഇനി കാഴ്ച കിട്ടിയാൽ സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. അതുവരെ ആകാശം കാണാത്ത മനുഷ്യൻ ആകാശം കണ്ടു,
വെള്ളം കണ്ടു, പുഴ കണ്ടു, നദി കണ്ടു, കുളം കണ്ടു, വൃക്ഷങ്ങളെ കണ്ടു, മനുഷ്യരെ കണ്ടു, എൻ്റെ മാതാപിതാക്കളെ കണ്ടു. വളരെ സന്തോഷമാണ്. അതൊരു സന്തോഷമാണ്. കണ്ണ് തുറക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. കാരണം അതുവരെ ഒരു തോന്നലല്ലേ ഉള്ളൂ, ഇന്നതുപോലെയാണ്, വ്യക്തതയില്ല. ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണുകയാണ്, അറിയുകയാണ്. അത് സന്തോഷമാണ്. പക്ഷെ മറുവശത്ത് പള്ളിയിൽ നിന്ന് പുറത്തായി, യഹൂദന്മാർ അവനെ പുറത്താക്കി. മാതാപിതാക്കന്മാരെന്ത് പറഞ്ഞു? അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പിൻ. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ട് മാതാപിതാക്കന്മാർക്ക് അങ്ങനെ പറയേണ്ടി വന്നു. അപ്പോൾ കുടുംബത്തിൽ നിന്നും പുറത്തായി, അക്ഷരീയമായിട്ടല്ലെങ്കിലും ആത്മീയമായിട്ട് പുറത്തായി. അപ്പോൾ കുടുംബവും പോയി, പള്ളിയും പോയി. എന്തുകൊണ്ടാ? അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതം. ഞാൻ എൻ്റെ സഭയെ പണിയും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പള്ളിയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞവൻ്റെ ശുശ്രൂഷകനാകാൻ, പള്ളി പണിയാൻ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഭൂമിയിലെ സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്തിനെ? സകല കുടുംബത്തിനും അനുഗ്രഹമാകാൻ കുടുംബത്തിൽ നിന്ന് പുറത്തായി. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ തോൽപ്പിക്കാൻ ആരുണ്ട്? ആലോചനയിൽ അതിശയമുള്ള നമ്മുടെ യേശുവിനെ പോലെ ആരുണ്ട്? കാണേണ്ടതുപോലെ നമ്മളെ കാണുന്നവനാക്കുന്ന യേശു. അവിടെ ഏത് സാഹചര്യത്തിലും നമുക്ക് നല്ലത് കാണാൻ തക്കവണ്ണം കണ്ണ് തുറക്കും, കണ്ണ് തെളിയും. അപ്പോൾ കടബാധിത, ബുദ്ധിമുട്ട്, രോഗങ്ങൾ, ഭാരങ്ങൾ, ശത്രുക്കൾ നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല. കാരണം മരുഭൂമി ഉദ്യാനമാക്കുന്ന നിർജ്ജന പ്രദേശത്ത് നദികളെ പുറപ്പെടുവിക്കുന്നവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്. ഭൂമിയിലെ സകല മാനുഷ അധികാരങ്ങളെയും വാഴുന്നവൻ നിങ്ങളുടെ അകത്ത് വന്നിരിക്കുകയാണ്. പുത്രത്വം പ്രാപിച്ചാൽ ചരിത്രം മാറും, നിങ്ങൾ മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണ നിൽക്കട്ടെ, നിങ്ങളെ മാനിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. ആമേൻ.